ശ്രീ സ്റ്റാലിൻ ദേവൻ, എന്തായാലും ഹൈക്കോടതിക്ക് ഇറങ്ങി അന്വേഷിക്കാൻ പറ്റില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലൂടെ മാത്രമേ അന്വേഷണം നടത്താൻ പറ്റൂ. അവരോട് ആവശ്യപ്പെടാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവരന്വേഷിച്ച് ഹൈക്കോടതിയുടെ മുന്നിൽ സമർപ്പിക്കുന്ന ഇടക്കാല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ എങ്ങനെയായിരിക്കണമെന്ന് കോടതി തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശരിയായ പാതയിലൂടെയാണോ നീങ്ങുന്നത് എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. മാത്രമല്ല, നേരത്തെ നമ്മൾ കേട്ടതാണ്, ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉത്തരവാദപ്പെട്ടവരൊക്കെ ഈ നിയമത്തിൻ്റെ മുന്നിൽ വരും, അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നൊക്കെ കരുതുകയാണ്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ഇനി കോടതി പറഞ്ഞ സമയപരിധി അതും അവസാനിക്കാനിരിക്കുകയാണ്. ഇവിടെ കോടതിക്കും ഹൈക്കോടതിക്കും ഒരു ലിമിറ്റുണ്ട്. കാരണം ഇപ്പോൾ തന്നെ കോടതി നിയമിച്ചിട്ടുള്ള കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് ഈ ദ്വാരപാലക വിഗ്രഹം എടുത്തുകൊണ്ട് ചെന്നൈയിൽ പോയതെന്നുള്ള റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഹൈക്കോടതി ഇത് സീരിയസ് ആയിട്ട് എടുത്തത്. പക്ഷെ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, ഹൈക്കോടതിക്ക് നേരിട്ടൊരു അന്വേഷണം നടത്താൻ പറ്റത്തില്ല. ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ SIT ഫോം ചെയ്ത് അതിന് മാക്സിമം ലിബർട്ടി കൊടുക്കുക, ഫ്രീഡം കൊടുക്കുക, അന്വേഷിക്കാൻ പറയുക. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരള സർക്കാരിൻ്റെ അടിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു കേരള സർക്കാരിൻ്റെ, ആ സർക്കാരിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് ഒരു അന്വേഷണം നടത്താൻ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധ്യമാണോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. 2019 മുതൽ നിരന്തരം നിർഭയം ഇഷ്ടം പോലെ ഈ സ്വർണ്ണക്കൊള്ളയാണ് നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ഈ വാസു മാത്രമായിരിക്കും എന്നെനിക്കും തോന്നുന്നില്ല. ഇത് തീർച്ചയായിട്ടും അതിനേക്കാൾ ഉന്നതരായിട്ടുള്ള ആൾക്കാർ ഈ കൊള്ളയിൽ ഇടപെട്ടു എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാം ആലോചിക്കേണ്ടത് 2021 ഏപ്രിൽ മാസമായിരുന്നു, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു അസംബ്ലി തിരഞ്ഞെടുപ്പ്. അവിടെയാണ് ഈ പ്രശാന്ത് മത്സരിച്ചത്. അതിനുശേഷം അദ്ദേഹം തോറ്റതിന് ശേഷം ജസ്റ്റ് ഓഗസ്റ്റ് ആയപ്പോൾ അദ്ദേഹം പാർട്ടി മാറി CPM സഖാവായി മാറി. എന്നാൽ അതിന് 2023 അദ്ദേഹത്തിന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് സ്ഥാനം കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാവയെ പോലെ ഇരുത്തിയിട്ട് റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ആ ആംഗിളിൽ ഇതുവരെയും ആരും ചിന്തിച്ചിട്ടില്ല. ഒരു പാവയെ കൊണ്ടിരുത്തിയിട്ട് അത് ചെയ്യടാ ഇത് ചെയ്യടാന്ന് പറയും, ഓച്ചാനിച്ച് നിന്ന് അത് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ പ്രശാന്ത് നിൽക്കും എന്നുള്ളതിൻ്റെ അതാണ് അദ്ദേഹത്തിന് അതാക്കിയത് തന്നെ. എന്നിട്ട് നോക്കൂ, കഴിഞ്ഞ ദിവസം 5-ാം തീയതി ഹൈക്കോടതി ഈ ഉത്തരവ് ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അവർ അദ്ദേഹത്തിൻ്റെ ഈ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പോൾ ഇന്നലത്തെ ജഡ്ജ്മെൻറ്റിൽ എടുത്തു പറയുന്നുണ്ട് 2019 മുതൽ 2025 വരെയുള്ള പ്രസിഡൻറ്റിൻ്റെ പേരല്ല പ്രസിഡൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒറ്റ കാരണത്തിലാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുക്കുന്നതിൽ നിന്നും ഈ സർക്കാർ ഇപ്പോൾ പിന്നോട്ട് പോയത്. ഒരു പക്ഷേ ഇനി മറ്റേതെങ്കിലും ഒരു പ്രസിഡൻറ്റിനെ സർക്കാർ നിശ്ചയിക്കുകയാണെങ്കിലും മിക്കവാറും ആരും തന്നെ ഇപ്പോൾ പോയിട്ട് ആ സ്ഥാനം ഏറ്റെടുക്കും എന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം കൂടി ആകപ്പാടെ പ്രശ്നമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും കോടാനുകോടി ഭക്തന്മാരുള്ള സ്വാമി അയ്യപ്പൻ്റെ ആൾക്കാരിലുണ്ടായിരുന്ന മനസ്സുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അതിനെ തന്നെ ആ സ്റ്റാറ്റസിനെ തന്നെ ശിഥിലമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് കഴിഞ്ഞ 2019 മുമ്പേ കാണുമായിരിക്കും. അത് വെളിച്ചത്ത് വന്നിട്ടില്ലായിരിക്കും. പക്ഷേ 2019 മുമ്പേ തന്നെ ഇതുപോലുള്ള നാട്ടുകാർ വെളിച്ചത്ത് വരാത്ത ഇതുപോലത്തെ കൊള്ള നടന്നിരുന്നു എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ ജനങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങളും കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് കൂടി ഈ അന്വേഷണത്തിലോട്ട് ഇടപെടാനും എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്താനും പറ്റും. പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു കാരണവും ഇല്ലാതെ, കാരണം കൊടുക്കാതെ ഇതിനെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഇത് ജനങ്ങളറിയണം, റൈറ്റ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ജനങ്ങളറിഞ്ഞ് അവർ പ്രതികരിച്ചാൽ മാത്രമേ ഈ അന്വേഷണത്തിനൊക്കെ ഒരു തീവ്രത കൂടൂ. എന്തായാലും ഞാൻ പറയുന്നു, ഈ SIT അന്വേഷണം ഈ രീതിക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഒരു ഔട്ട്പുട്ടും കിട്ടാൻ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി
ഈ അന്വേഷണം ഒരു CBI ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ഈ പ്രതികളൊക്കെ ഒരു രോമത്തിന് പോലും ഒന്നും സംഭവിക്കാതെ ഈ നാട്ടിൽ കൂടി വീണ്ടും മന്ത്രിമാരായിട്ടും MLA മാരുമായിട്ടൊക്കെ വിലസും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ല.